ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ഗാർഡനിൽ ലോഡ് വന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അന്നേരം എടുത്തു വെച്ച വീഡിയോ ആണ്. ഭയങ്കര മഴയാണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ നല്ല മഴയാണ്. നമ്മുടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോഡിൽ ഇറങ്ങിയിട്ടുള്ള പ്ലാന്റ്സ്. ഇത് നമ്മുടെ കൊറിയറിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓരോ കൊറിയറിന് വേണ്ടിയിട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പ്ലാന്റ്സ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വരുന്നുണ്ട്. ഫ്ലോറിബണ്ട, റിച്ച് റെഡ്, ബോണിക്ക, അതേപോലെ ഡബിൾ പെറ്റൽ ക്രീപ്പർ വരുന്നുണ്ട്, ഓർക്കിഡ് റോസ്. ഇത് ഡബിൾ ഡിലേറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡബിൾ ഡിലേറ്റ് റോസാണ്. ഡബിൾ ഡിലേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട്. ഡബിൾ ഡിലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വേറെ റോസസ്, അതായത് ബേബി പാരഡൈസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അതെ ഡച്ച് റോസ്, അല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക്, പിന്നെ മാംഗോ യെല്ലോ, ക്രീപ്പർ വെറൈറ്റീസ്, വൈറ്റ് ക്രീപ്പർ, അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ. ഈ സൈസിനുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കൊറിയറിലൂടെ നമ്മൾ എത്തിച്ചു തരുന്നത്. 7 days റോസ്. അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ പ്ലാന്റ്സിലെ മണ്ണ് കളഞ്ഞിട്ട് നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് എടുക്കുന്നത്. തീരെ മണ്ണ് കുറച്ചിട്ടല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലതുപോലെ മണ്ണ് വെച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ അതേ എങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. തകൃതിയായിട്ടാണ് നമ്മുടെ പാക്കിംഗ് നടക്കുന്നത്. എല്ലാവർക്കും എത്രയും വേഗം പ്ലാന്റ്സ് എത്തിച്ച് തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതും ലാഗും വരുത്താതെ മാക്സിമം നമുക്ക് പറ്റുന്ന കൊറിയർ അത്രയും നിങ്ങൾക്കായിട്ട് അയക്കുന്നുണ്ട്. ഇതുപോലെ മണ്ണ് നല്ലതുപോലെ ഉരുട്ടി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചകിരിച്ചോറ് അപ്ലൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതെ ഇതുപോലെ മണ്ണ് നല്ലതുപോലെ വെക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നതിനേക്കാളും രീതിയിൽ കൊറിയർ ചാർജ് ഞങ്ങൾക്ക് ആവുന്നുണ്ട് കേട്ടോ. അതൊരു മൈനസ് പോയിൻ്റ് ആണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ചകിരിച്ചോറ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ചെയ്യുന്നുണ്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോൾ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയ റൂട്ട്സ് വന്നിട്ടുണ്ടാവും. ചകിരിച്ചോറ് വെക്കുന്നതുകൊണ്ടുള്ളൊരു യൂസ് അങ്ങനെയാണ്. ഒരു 2-3 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് റൂട്ട്സ് ഫോം ആവുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് നല്ല രീതിക്ക് സെലോ ടേപ്പ് ചുറ്റിയിട്ടാണ് നമ്മുടെ ഓരോ പ്ലാന്റ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതെ കണ്ടില്ലേ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സെലോ ടേപ്പ് നല്ലതുപോലെ പേപ്പർ കവർ ചെയ്ത് ചുറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യുക. പക്ഷേ DTDCയിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ സാധാരണ അവരുടെ ഒരു പ്രോഡക്റ്റ് എറിയുന്നത് പോലെ അവർ എടുത്ത് എറിയുകയും ക്യാച്ച് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ പ്ലാന്റ്സ് എടുത്ത് എറിഞ്ഞാൽ പോലും മണ്ണ് സെപ്പറേറ്റ് ആവുക അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ സേഫായിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്ലാന്റ്സ് എത്തുക. അതുകൊണ്ടാണ് നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ വരുന്നത് കേട്ടോ. നമുക്ക് ഓരോന്നും ഇങ്ങനെ പൊതിഞ്ഞെടുക്കാനായിട്ട് ടൈം എടുക്കും. പിന്നെ ഇത് നമ്മുടെ ഗ്ലാഡിയോലസ് പ്ലാന്റ് ആണ് കേട്ടോ. ഗ്ലാഡിയോലസ് പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്ലാന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ജമന്തി പ്ലാന്റ്സ്, ഇത് നമ്മുടെ ജമന്തിയുടെ പാക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ജമന്തി പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ നമ്മൾ വേറൊരു ചാനലിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു കമൻറ്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. സൺറൈസ് ഗാർഡൻ്റെ ഓണർ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെയാണ് ട്രാവൻകൂർ ഗാർഡൻസിൻ്റെയും സൺറൈസ് ഗാർഡൻസിൻ്റെയും പ്ലാന്റ്സ് ഡിസ്പാച്ച് ആവുന്നത്. നമ്മുടെ ലേബലിൽ മാത്രമേ ചെറിയൊരു ചേഞ്ച് വരുന്നുള്ളൂ. പിന്നെന്താ, നമ്മുടെ 2 ചാനലിലും ഓഫേഴ്സ് വരാറുണ്ട്. സെയിം ആയിട്ടുള്ള ഓഫറും വരാറുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫേഴ്സും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 ചാനലിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കൊറിയർ ഡിസ്പാച്ച് ആക്കുന്നത് 2 സെക്ഷനായിട്ടാണ് കേട്ടോ. നമ്മുടെ ഉച്ചവരെ ഒരു സെക്ഷനാണ്. ഉച്ചയ്ക്ക് വരെയുള്ള കൊറിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഡിസ്പാച്ച് ആക്കിയിട്ട് നമ്മുടെ നിയറസ്റ്റ് DTDCയിൽ കാട്ടാക്കടയാണ്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവിടെ നിന്ന് നമ്മുടെ കൊറിയർ വണ്ടിയിട്ട് DTDCയുടെ വണ്ടിയിൽ നിന്ന് തന്നെ മെയിൻ ബ്രാഞ്ചിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ നിയറസ്റ്റ് DTDC കൊണ്ടുപോയി ബുക്ക് ചെയ്ത് മേടിക്കും. ടൈം ഒരു 6 മണി 6:30 ആവും. നമ്മളത് ബുക്ക് ചെയ്ത് മേടിച്ചിട്ട്
ഇത് ഞങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള DTDC ആണ് കേട്ടോ, കാട്ടാക്കട DTDC ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്ലാൻസ് എല്ലാം ബുക്ക് ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മെയിൻ സെൻറ്റർ ആണ് കേട്ടോ, DTDCയുടെ മെയിൻ സെൻറ്റർ ആണ്. അപ്പോൾ 8 മണിക്കുള്ളിൽ ഇവിടെ പ്ലാൻസ് കൊണ്ടെത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതാത് ദിവസമുള്ള കൊറിയർ ഞങ്ങൾക്ക് ഡിസ്പാച്ച് ആവുള്ളൂ. ഞങ്ങളത് ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊറിയർ നെക്സ്റ്റ് ഡേ ആയിരിക്കും പോകുന്നത്. അപ്പോൾ 8 മണി എന്നുള്ളൊരു ക്രൂഷ്യൽ ടൈമാണ്. അതിനുള്ളിൽ മാക്സിമം ഞങ്ങളിവിടെ എല്ലാ ദിവസവും ആ ഒരു ടൈമിനാണ് ഞങ്ങളിവിടെ കൊണ്ടെത്തിക്കാറുള്ളത്. ഞങ്ങൾ രാവിലെ മുതൽ ഒരു 6 മണി മുതൽ ഞങ്ങൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ 8 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു DTDCയിൽ കൊണ്ടെത്തിക്കണം. അത് നല്ല ട്രാവലിംഗ് ഉണ്ട്. തിരിച്ച് വീട്ടിൽ അതുപോലെ അത്രയും കിലോമീറ്റർ പാസ് ചെയ്ത് വീട്ടിലെത്തണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കോൾസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം വിളിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇടുക. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയ ശേഷം നിങ്ങൾക്കുള്ള മെസ്സേജിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഡിലേ ആയാൽ പോലും നെക്സ്റ്റ് ഡേ ആയാലും നിങ്ങൾക്കുള്ള റിപ്ലൈ തരുന്നതായിരിക്കും ഇവിടെ. ഞങ്ങൾക്ക് ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ പാക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പ്ലാൻസ് എടുത്ത് വെക്കുന്നത് ഞാനും ഹസ്ബൻഡും കൂടിയാണ് വെറൈറ്റി എടുത്ത് വെക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്, ദയവ് ചെയ്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ത്രൂ ഇൻഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ തലേ ദിവസം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളിവിടെ നെക്സ്റ്റ് ഡേ നമ്മൾ ചിലപ്പോൾ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടിയെന്നൊന്നും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മാക്സിമം തലേ ദിവസം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, ലൊക്കേഷൻ മേടിക്കുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കട അമ്പലത്തിൻകാല ഉദയ സ്റ്റോറിന് അടുത്താണ്. ഉദയ സ്റ്റോർ ആശ്രയ ജനസേവ കേന്ദ്രത്തിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള കൊറിയർ എല്ലാം നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മുടെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തരിലേക്ക് നമ്മുടെ പ്ലാൻസ് എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ കൊറിയർ അയക്കാനുള്ള ഓരോരോ സംഭവങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ പ്ലാൻസ് ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. നിങ്ങൾ കൊറിയറൊന്നും അയക്കുന്നില്ലെന്ന് കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. കൊറിയർ എല്ലാവരുടേതും എല്ലാ ദിവസവും ഇവിടെ പാക്കിംഗ് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ മഴ കാരണം നമുക്ക് നല്ലൊരു 8-ൻ്റെ മണിയാണ് കിട്ടിയേക്കുന്നത്. കുറേ പ്ലാൻസ് നശിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമുക്ക് കുറച്ച് പ്ലാൻസ് അയക്കാനായിട്ട് ഡിലേ വന്നത്. അപ്പോൾ നമ്മൾ ആ പ്ലാൻസ് എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിലേ വന്നവർക്കുള്ള പ്ലാൻസ് എല്ലാം ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പേർക്കുള്ള മെസ്സേജിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തുകൊണ്ടാണ് മെസ്സേജ് അയക്കാനും ഒക്കെ പറ്റാത്തതെന്നുള്ളത്. എല്ലാവർക്കും നൈറ്റായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നതായിട്ട് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗിനകത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്ലാൻസിൻ്റെയും റേറ്റും കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഇട്ടേക്കുക. നിങ്ങൾക്ക് അന്ന് അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പ്ലാൻസിന് അതിൻ്റെ റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇതുപോലത്തെ അപ്ഡേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.